നമസ്കാരം, ഞാൻ മനു. എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇത്തവണ ഒരു കിടിലൻ വണ്ടിയുമായിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിട്ടുള്ളത്. പുറകിൽ കിടക്കുന്ന ഫോർച്യൂണർ സിഗ്മ 4 കിടക്കുന്ന ബ്രോൺസ് കളറുള്ള നല്ലൊരു സിംഗിൾ ഓണർഷിപ്പിൽ അതുപോലെ തന്നെ ഫുൾ ത്രൂ ഔട്ട് കമ്പനി സർവീസുള്ള ഒരു കിടിലൻ ഫോർച്യൂണറാണ്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഒന്ന് നിങ്ങളെ പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. വാഹനത്തിൻ്റെ ലൊക്കേഷൻ ഡൽഹിയിലാണ് കിടക്കുന്നത്. ഞാനിത് വീണ്ടും പറയാൻ കാരണം കുറേ ആളുകൾ വീണ്ടും സംശയങ്ങൾ ചോദിക്കാറുണ്ട്, വാഹനം നാട്ടിലെത്തിയിട്ടുണ്ടോ എന്നുള്ളതൊക്കെ. അപ്പോൾ വാഹനം ഡൽഹിയിലാണ്. ഡൽഹിയിലെ വീഡിയോസ് മാത്രമാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഡൽഹിയിലത്തെ പ്രൈസുമാണ് പറയുന്നത്, പ്ലസ് ട്രാൻസ്പോർട്ടേഷൻ ഒക്കെ എക്സ്ട്രാ വരുന്നതാണ്. ഡൽഹിയിലത്തെ നമുക്ക് വാഹനം വാങ്ങിക്കാൻ പറ്റുന്ന പ്രൈസാണ് പറയുന്നത്. പിന്നെ വേറെ മെയിനായിട്ടുള്ളൊരു കാര്യം, ലോൺ നമുക്ക് കിട്ടില്ല. കാരണം നമ്മളിപ്പോൾ ഈ ഒരു വാഹനം ഇവിടുന്ന് ഡൽഹിയിൽ നിന്ന് വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ റെഡി പേയ്മെൻറ്റ് കൊടുത്തിട്ട് വേണം വാഹനം വാങ്ങിക്കാനായിട്ട്. അതിനുശേഷം നമ്മൾ നാട്ടിൽ പോയിട്ട് KL നമ്പറിലേക്ക് ആക്കിയതിന് ശേഷം ലോൺ ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത്, ഒരു 2-3 മാസം ഹോൾഡ് ചെയ്യാനുള്ള പേയ്മെൻറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് റെഡി ക്യാഷിൽ ഇവിടുന്ന് വാങ്ങിക്കാൻ പറ്റുള്ളൂ. നാട്ടിൽ NOC എടുത്ത് നാട്ടിൽ പോയി രജിസ്ട്രേഷൻ കഴിഞ്ഞതിന് ശേഷം നമുക്ക് ലോൺ ആക്കാനും പറ്റും. ഫോർച്യൂണറൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് ഒരു 90% നമുക്ക് ലോൺ തരുന്ന ബാങ്കുകൾ ഇപ്പോൾ നാട്ടിലുണ്ട്. ഇപ്പോൾ ഞാൻ പറയാതെ തന്നെ നിങ്ങളിൽ പല ആളുകൾക്കും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയാം. അപ്പോൾ അതാണ് അവസ്ഥ. അപ്പോൾ ഏതായാലും ഈ ഒരു വാഹനത്തിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് അത് ഞാൻ ഏതായാലും പറഞ്ഞുതരാം. അത്യാവശ്യം നല്ലൊരു വെയിലുണ്ട്. നല്ലൊരു സിഗ്മ 4 കിടക്കുന്നൊരു വാഹനമാണ്. സിംഗിൾ ഓണറാണ്. അതുപോലെ തന്നെ ടയറൊക്കെ കണ്ടോ, ഒരു 90% നമുക്ക് എല്ലാ ടയറും പറയാനും പറ്റും. നമുക്ക് ഫ്രണ്ടിൽ നിന്ന് തന്നെ തുടങ്ങാം. ഫ്രണ്ടിലെ ആദ്യത്തെ കാര്യം മെയിൻ ഗ്ലാസ് ഇതാ ഒറിജിനൽ ഗ്ലാസ്സാണ്. BH ഒറിജിനൽ ടൊയോട്ടയുടെ കമ്പനി വന്നപ്പോഴുള്ള ഗ്ലാസ്സാണ് കിടക്കുന്നത്. ഗ്ലാസ് റീപ്ലേസ്ഡ് അല്ല, ക്രാക്കോ കാര്യങ്ങളോ ഒന്നും സംഭവിക്കാത്തൊരു വാഹനമാണ്. ബോണറ്റൊക്കെ അത്യാവശ്യം നല്ല വൃത്തിയുണ്ട്. HR26 ഹരിയാനയിലെ ഗുഡ്ഗാവിലാണ് വാഹനം രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ടയർ നമുക്ക് നോക്കുകയാണെങ്കിൽ ഈ ഒരു ടയർ ഒരു 80% നമുക്ക് ത്രെഡ് പറയാൻ പറ്റും. ബോഡിയൊക്കെ അത്യാവശ്യം ഒരു ക്വാളിറ്റി ഉണ്ട് കേട്ടോ. ഈ ഒരു ടയർ നമുക്കൊരു 80 to 90% ടയർ പറയാം. ഇതെല്ലാം ഒറിജിനൽ ഗ്ലാസ്സാണ്. ഈ എല്ലാ ഗ്ലാസും എല്ലാ ഡോറും ഒറിജിനലാണ്. ഞാൻ അതിൽ ഇൻഡിവിജ്വൽ ഒന്ന് കാണിക്കുന്നുള്ളൂ. BH ഇതും ഒറിജിനൽ ഡോറാണ്. ഞാൻ വീഡിയോ ഒരു സ്പീഡിലാണ് എടുത്തു പോകുന്നത്. സിഗ്മ 4 ആണ്, അതായത് 4x4 ഓട്ടോമാറ്റിക് ആണ്. ഇൻറ്റീരിയറും അതുപോലെ തന്നെ ഡാഷ്ബോർഡൊക്കെ നല്ല വൃത്തിയുണ്ട്. കുറച്ച് ഡസ്റ്റ് കാര്യങ്ങളൊക്കെ എന്തായാലും ഉണ്ട്, ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്യാനുണ്ടാവും. റൂഫൊക്കെ നല്ല വൃത്തിയുണ്ട്. സീറ്റ് ലെതർ സീറ്റാണ്. അതായത് ആ ഒരു ഇത് ഏതാ കളറെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബ്ലാക്ക് അല്ല, ഒരു ഡാർക്ക് ആയിട്ടുള്ളൊരു കോഫി കളർ, ആ ഒരു ഷെയ്ഡിലാണ് ഇതിൻ്റെ സീറ്റ് കവറിൻ്റെ കളറൊക്കെ വന്നിട്ടുള്ളത്. പാഡൽ ഷിഫ്റ്റൊക്കെ വരുന്നുണ്ട് കേട്ടോ. പിന്നെ ഈ ഒരു ഭാഗം ഡോർ പാഡൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല വൃത്തിയുണ്ട്. വേറെ ഡാമേജോ കാര്യങ്ങളോ ഒന്നുമില്ല. ഒറിജിനൽ ഡോറാണ്. ഈ ഒരു സീറ്റും വേറെ ഇഷ്യൂസ് ഒന്നുമില്ല. പുറകിലെ സീറ്റും ഒക്കെ നല്ല ക്വാളിറ്റി ഉണ്ട്. റൂഫും അത്യാവശ്യം വൃത്തിയുണ്ട്. ചെളിയ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഇതാണ് ഈ ഒരു സൈഡിലെ ബോഡി ക്വാളിറ്റി. എല്ലാ പാർട്സും ഒറിജിനലാണ്. BH ആണ്, ഒറിജിനൽ ഗ്ലാസ്സാണ്. ഇവിടെ എവിടെയോ നിൽക്കുന്നുണ്ടായിരുന്നല്ലോ. ഇത് ഇവിടെ ടച്ച് ചെയ്താലും ആവും. പിന്നെ റിമോട്ടിനകത്തും ആ ഒരു ഓപ്ഷൻ വരുന്നുണ്ട് കേട്ടോ. റിമോട്ടിനകത്ത് നമുക്ക് ഈ ഒരു കീക്കകത്ത് പ്രസ് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ ഇത് അൺലോക്കായി വരും. യാതൊരു വിധത്തിലുള്ള ആക്സിഡൻറ്റും ഇല്ല. എല്ലാ പഞ്ചിങ് മാർക്കും അതുപോലെ തന്നെയുണ്ട്. ഫ്ലഡ് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത ഒരു വാഹനമാണ്. എല്ലാ ഭാഗങ്ങളും ചെക്ക് ചെയ്തിട്ടാണ് ഞാൻ വീഡിയോ ചെയ്യാറുള്ളത്. ഇപ്പോൾ ഈ ഒരു പഞ്ചിങ്ങൊക്കെ കമ്പനി പേസ്റ്റിങ് തന്നെയാണ്. ഡോറ് മാറാത്തതാണ്. ഇപ്പോൾ ഏതായാലും നമ്മൾ നേരത്തെ ഡോറിൽ തുറന്നിട്ടാണ് ഇത് ഓപ്പൺ ചെയ്തപ്പോൾ ക്ലോസ് ചെയ്യുന്നത്. നമുക്ക് ഇതിനകത്ത് നോക്കാം. സിഗ്മ 4 ആണ്. BH എല്ലാ ഗ്ലാസും ഒറിജിനലാണ്. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ഡോറ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒറിജിനൽ ഡോറാണ്. സീറ്റൊന്നും വേറെ ഡാമേജ് കാര്യങ്ങളൊന്നുമില്ല. ഈ ടയർ കണ്ടില്ല, ഒരു 90% ത്രെഡ് നമുക്ക് ഈ ഒരു ടയറിനും പറയാൻ പറ്റും. എൻ്റെ കയ്യിൽ കീ ഉണ്ട്. ഇതൊക്കെ വർക്കിംഗ് ആണ്. ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സീറ്റ്, എയർ ബാഗ് വരുന്നുണ്ട്. പിന്നെ ക്രൂയിസ് കൺട്രോൾ ഉണ്ടാവും. അതുപോലെ തന്നെ പാഡൽ ഷിഫ്റ്റ് ഇത് അവിടെ വരുന്നുണ്ട്. പിന്നെ സ്റ്റിയറിംഗ് വീൽ കൺട്രോൾ ഓട്ടോമാറ്റിക്. കിലോമീറ്റർ 1,01,479 ഓടിയിട്ടുള്ളത്. 1,00,000 കിലോമീറ്ററാണ് ലാസ്റ്റ് കമ്പനി സർവീസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിനുശേഷം ആകെ 1,500 കിലോമീറ്ററേ ഓടിയിട്ടുള്ളൂ. നമുക്കതിൽ ബോണറ്റും തുറക്കാം. ഇതിൻ്റെ ഉൾഭാഗത്തെ എൻജിൻ റൂമിൻ്റെ അവസ്ഥ കൂടി ഞാൻ പറഞ്ഞുതരാം.
അപ്പോൾ പലർക്കും ഉള്ള സംശയമാണ് ആക്സിഡൻ്റ് ഉണ്ടോ ഇല്ല എന്നുള്ള കാര്യമൊക്കെ. അപ്പോൾ എഞ്ചിൻ റൂമൊക്കെ കാണിച്ചു തന്നു കഴിഞ്ഞാൽ ആ ഒരു പ്രശ്നം ഒരു പരിധി വരെ തീർക്കാൻ പറ്റും. ബോണറ്റ് ഒറിജിനൽ ബോണറ്റാണ്. ഈ ഒരു കോർണറിലൊന്നും വേറെ ഡാമേജ് ഇല്ല. പിന്നെ ഇതിൻ്റെ എല്ലാ സർവീസും A to Z കമ്പനിയിൽ നിന്ന് തന്നെയാണ് സർവീസ് ചെയ്തിട്ടുള്ളത്. കുറച്ച് ടച്ചപ്പ് വർക്ക് ഉണ്ട്, അതെല്ലാം കമ്പനിയിൽ നിന്ന് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. വേറെ ഡെൻറ്റ് വർക്കോ പാച്ച് വർക്കോ അങ്ങനത്തെ വർക്കുകളൊന്നും കമ്പനിയും ചെയ്തിട്ടില്ല. അങ്ങനത്തെ വർക്കുകളൊന്നും ഈ ഒരു വാഹനത്തിന് ഉണ്ടായിട്ടില്ല. വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് ഏതായാലും ഇതിൻ്റെ ഒരു വർക്കിംഗ് കൂടി ഞാൻ കേൾപ്പിച്ചു തരാം. ഈ വർക്കിംഗ് ഒന്നും വീഡിയോയിൽ കേട്ടുകൊണ്ടൊന്നും മനസ്സിലാവില്ല, എന്നാലും എൻ്റെ ഒരു സമാധാനത്തിന് ഞാൻ ഏതായാലും ഒന്ന് കേൾപ്പിക്കാം. നല്ല സ്മൂത്തായിട്ടുള്ള വർക്കിംഗ് ആണ് കേട്ടോ. ഓയിലൊക്കെ പുതിയതായിരിക്കണം, പുതിയ ഓയിലാണ്. കാരണം 1500 കിലോമീറ്ററേ ഓടിയിട്ടുള്ളൂ സർവീസ് കഴിഞ്ഞതിന് ശേഷം. വേറെ അബ്നോർമലായിട്ടുള്ള നോയ്സോ അല്ലെങ്കിൽ ഓയിൽ ലീക്കേജോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. ഈ ഒരു സൈഡിലൊക്കെ പാക്കിംഗ് ഒക്കെ നോക്കണം, അപ്പോൾ അവിടെ ഒന്നും ഓയിൽ ലീക്കേജ് ഒന്നുമില്ല. എല്ലാം കമ്പനി പാക്കിംഗ് തന്നെയാണ് വന്നിട്ടുള്ളത്. നല്ല സ്മൂത്തായിട്ടുള്ള വർക്കിംഗ് ആണ്. ടൊയോട്ടയെ സംബന്ധിച്ച് എത്ര ഓടിക്കഴിഞ്ഞാലും കറക്റ്റ് സർവീസ് ചെയ്ത് കൊണ്ടുപോയിട്ടുള്ള വാഹനമാണെന്നുണ്ടെങ്കിൽ എന്താ പറയുക, നല്ല വർക്കിംഗ് തന്നെയായിരിക്കും എല്ലാ കാലത്തും. അതാണ് ഈ ഒരു ടൊയോട്ട വാഹനത്തിൻ്റെ ഒരു ഗുണമായിട്ട് പറയാനുള്ളത്. എല്ലാ ഹെഡ് ലാമ്പൊക്കെ വർക്കിംഗ് ആണ്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് പറഞ്ഞങ്ങ് പോയി ഒരുവിധം കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഉള്ളിലിരുന്നിട്ട് ബാക്കി കാര്യങ്ങൾ പറയാം. യെസ്, അപ്പോൾ ഇതാണ് ഈ വാഹനത്തിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ. 2017 വാഹനമാണ്, 17 മോഡൽ, അതായത് 17 മാനുഫാക്ചറിങ്, അതുപോലെ തന്നെ 17 തന്നെയാണ് രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ളത്. പിന്നെ സിംഗിൾ ഓണർഷിപ്പാണ്. യാതൊരു വിധത്തിലുള്ള റീപ്ലേസ്മെൻറ്റോ മറ്റു ആക്സിഡൻറ്റോ കാര്യങ്ങളോ ഒന്നും സംഭവിക്കാത്ത വാഹനമാണ്. കുറച്ച് ടച്ചപ്പ് വർക്ക് ബമ്പറിൻ്റെ ഭാഗങ്ങളിലും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് റീപെയിൻറ്റ് ചെയ്തിട്ടുണ്ട്. അതും കമ്പനി തന്നെയാണ് ചെയ്തിട്ടുള്ളത്. പക്ഷേ ആ റീപെയിൻറ്റ് ചെയ്തത് മേജറായിട്ടുള്ള ഒരു ആക്സിഡൻറ്റ് കാര്യങ്ങളൊന്നും ഉണ്ടായിട്ട് ചെയ്തതല്ല കേട്ടോ. ഇപ്പോൾ ഡൽഹി റോഡുകളിലൂടെ ഓടുന്ന വാഹനമാകുമ്പോൾ ചെറിയ ചെറിയ സ്ക്രാച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ആ ഒരു സമയത്ത് തന്നെ ടച്ചപ്പ് വർക്ക് ചെയ്തിട്ട് ഉപയോഗിച്ചിട്ടുള്ള വാഹനമാണ്. ചില ആളുകൾ അങ്ങനത്തെ വർക്കുകൾ ഉണ്ടെങ്കിൽ തന്നെ അത് ചെയ്യാറില്ല. കാരണം പിന്നെ ഈ ഡൽഹി റോഡുകളിൽ തന്നെ ഓടാനുള്ളതാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ലാസ്റ്റിലേക്കാണ് എല്ലാം കൂടി ചെയ്യുക. പക്ഷേ ഈ ഒരു കസ്റ്റമർ അതൊക്കെ ആ ഒരു കറക്റ്റ് ടൈമിൽ തന്നെ ചെയ്തിട്ട് പോയിട്ടുണ്ട്. അതും കമ്പനി തന്നെ ചെയ്തതാണ്. കമ്പനി ഹിസ്റ്ററിയിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു കാര്യങ്ങൾ കാണാൻ പറ്റും. പിന്നെ ഗ്ലാസ് അതുപോലെ തന്നെ ഡോറ് എല്ലാം ഒറിജിനലാണ്. 1,01,479 കിലോമീറ്ററാണ് നിലവിൽ ഓടിയിട്ടുള്ളത്. 1,00,000 കിലോമീറ്ററാണ് ലാസ്റ്റ് സർവീസ് ചെയ്തിട്ടുള്ളത്. ത്രൂ ഔട്ട് ടൊയോട്ട കമ്പനി സർവീസ് റെക്കോർഡുള്ള വാഹനമാണ്. അപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ വില എന്ന് പറയുന്നത് 20,85,000 ആണ്. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, ഈ വാഹനത്തിൻ്റെ ഇൻഷുറൻസ് 9 ദിവസം കൂടിയേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ എക്സ്പയർഡ് ആവും. അതായത് മാർച്ച് 29-30 എന്തോ എക്സ്പയർഡ് ആവുന്നതാണ്. അപ്പം 20.85 ആണ് വില വന്നിട്ടുള്ളത്. അതൊരു നെഗോഷ്യബിൾ റേറ്റ് ഒന്നുമല്ല, ഫൈനൽ റേറ്റ് തന്നെയാണ്. 2017 സിഗ്മ 4 ഫോർച്യൂണറാണ്. കാരണം ഒരു 4x2 എടുക്കണമെന്നുണ്ടെങ്കിൽ തന്നെ ഈ ഒരു ട്രാക്ക് റെക്കോർഡൊക്കെ ഉള്ള സിംഗിൾ ഓണർഷിപ്പ് റീപ്ലേസ് ഇല്ലാത്ത വണ്ടിയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും 21 അടുത്ത് വില കൊടുക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു വിലയ്ക്കാണ് നമുക്ക് സിഗ്മ 4 കിട്ടാൻ പോകുന്നത്. അതായത് 4x4 ഓട്ടോമാറ്റിക്കാണ്. അന്നത്തെ ടോപ്പ് എൻഡിൽ വന്നിട്ടുള്ള വാഹനമാണ്. ഒരുവിധം കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒന്നും ഞാൻ വിട്ടുപോയിട്ട് ഓർക്കുന്നില്ല. വാഹനത്തിൻ്റെ ലൊക്കേഷൻ വരുന്നത് ഡൽഹിയിലാണ്. ഡൽഹിയിൽ വാങ്ങിക്കാൻ പറ്റുന്ന പ്രൈസാണ് മെൻഷൻ ചെയ്തിട്ടുള്ളത്. ലോണ് കിട്ടൂല. അപ്പോൾ ആവശ്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാം. നമ്പർ അതിൽ ഡിസ്പ്ലേക്കകത്ത് സ്ക്രോൾ ചെയ്ത് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനകത്ത് ഞാൻ കൊടുക്കുന്നുണ്ട്. നമുക്ക് ഏതായാലും ഇതുപോലുള്ള വീഡിയോസുമായിട്ട് ഉടൻ തന്നെ കാണാം. അതുവരെ ഇറ്റ്സ് മീ മനു. ബൈ.